ഒരുവിധം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എത്ര പേര് കപ്പ പുട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ട്? എന്തെങ്കിലും നോൺ വെജ് കറിയൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കപ്പ ആദ്യം നല്ലോണം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ആദ്യ ഭാഗത്തെ വെള്ളമൊക്കെ ഒന്ന് കളയാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് അതിൽ സ്റ്റാർച്ച് ഒന്ന് മാറ്റാം. ഇനി അതിലേക്ക് അരിപ്പൊടിയും കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ലോണം തിരുമിയെടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ ഇത്രയും പ്രസ് ചെയ്ത് കളഞ്ഞാലും പിന്നെയും ഇതിൽ വെള്ളമായി ഉണ്ടാവും. എന്നിട്ട് ഇത് അടച്ച് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ ചിരകിയതൊന്ന് ലെയറായിട്ട് വെച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. ഈ റെസിപ്പി ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ ഫുഡ് ഫനാറ്റിക് മീലെ ചിന്നൂസ് ഇട്ടതാണ്. അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ.